Welcome back to my channel. Buyback of shares. മീനിങ് എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി അതിൻ്റെ തന്നെ ഷെയർ തിരികെ വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് എന്ന് പറഞ്ഞാൽ. ആക്ട് ഓഫ് പർച്ചേസിങ് ഇറ്റ്സ് ഓൺ ഷെയർസ് ബൈ എ കമ്പനി. ഒരു കമ്പനി അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ തന്നെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ആ ഫേസ് വാല്യൂ വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയാണ് ഷെയർ ബൈബാക്ക് ചെയ്യുന്നത്. നോക്കാം. മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബൈബാക്ക് ഓഫ് ഷെയർസ് മീൻസ് repurchase of its own shares by a company for immediate cancellation. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കമ്പനി അതിൻ്റെ ഷെയർസ്, ഇറ്റ്സ് ഓൺ ഷെയർസ് റീപർച്ചേസ് ചെയ്യുന്നു. ആൻഡ് ഇൻവാലിഡേറ്റിംഗ് ദി ഷെയർസ് ആഫ്റ്റർ ഫുൾഫില്ലിംഗ് all the provisions as per section 68 subsection 2 of the Companies Act 2013. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 68 അനുസരിച്ചുള്ള പ്രൊവിഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഷെയറിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് എ മോർ ഫ്ലെക്സിബിൾ വേ ഓഫ് റിട്ടേണിംഗ് മണി ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോഴ്സസ് ഓഫ് ബൈബാക്ക്. ഷെയർ ബൈബാക്ക് നടത്താനുള്ള ഫണ്ട് എവിടെ നിന്നൊക്കെയാണ്? ഏതൊക്കെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കമ്പനിക്ക് അതിൻ്റെ തന്നെ ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് ഫ്രീ റിസർവ്സ്. സെക്കൻഡ് വൺ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. തേർഡ് വൺ, പ്രൊസീഡ്സ് ഓഫ് എനി ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ കമ്പനിക്ക് അതിൻ്റെ ഫ്രീ റിസർവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഷെയർസോ ഡിബഞ്ചേഴ്സോ ഒക്കെ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ആ എമൗണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഷെയർ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ സോഴ്സസ് ഏതൊക്കെയാണെന്ന് 2 മാർക്സിന്റെ ചോദിക്കും.